ഹരി ഓം. 92-ാം സ്തുതി ഹംസഗീത. ഇത് ഭാഗവതത്തിൽ 11-ാം സ്കന്ധം 13-ാമത്തെ അധ്യായം 22 മുതൽ 42 വരെ ശ്ലോകങ്ങൾ. സ്തുതി ഭഗവാൻ പറയുന്നത് കേൾക്കാം. ശ്രീ ഭഗവാനുവാച വസ്തുനോ യദ്ധ്യനാനാത്വമാത്മനഃ പ്രശ്നയീദൃശഃ കഥം ഖടേദവോ വിപ്രാ വക്തുർവാമേകാശ്രയഃ പഞ്ചാത്മകേഷു ഭൂതേഷു സമാനേഷു ച വസ്തുതഃ കോ ഭവാനിതി വപ്രശ്നോ വാചാരംഭോ ഹ്യനർത്ഥകഃ മനസാ വചസാ ദൃഷ്ട്യാ ഗൃഹ്യതേ നൈരവീന്ദ്രിയൈഃ അഹമേവ ന മത്തോന്യദിതി ബുദ്ധ്യദ്വമഞ്ജസാ ഗുണേഷ്വവിശദേ ചേതോ ഗുണാശ്ചേതസി ച പ്രജാ ജീവസ്യ ദേഹ ഉഭയം ഗുണാശ്ചേതോ മദാത്മനഃ ഗുണേഷു ചാവിശച്ചിത്തമഭീഷ്ണം ഗുണസേവയാ ഗുണാശ്ച ചിത്തപ്രഭവാ മദ്രുവാ ഉഭയം ത്യജേത് ജാഗ്രസ്വപ്നസുഷുപ്തം ച ഗുണദോ ബുദ്ധിവൃത്തയഃ താസാം വിലക്ഷണോ ജീവ സാക്ഷിത്വേന വിനിശ്ചിതഃ യർഹി സംസൃതിബന്ധോയമാത്മനോ ഗുണവൃത്തിദഃ മൈതുര്യേ സ്ഥിതോ ജഹ്യ ത്യാഗസ്തദ്ഗുണചേതസാം അഹങ്കാരകൃതം ബന്ധമാത്മനോ അർത്ഥവിപര്യം വിദ്വാൻ നിർവിദ്യ സംസാരചിന്താം തുര്യേ സ്ഥിതസ്ത്യജേത് യാവന്നാനാർത്ഥധീ പുംസോ ന നിവർത്തേത യുക്തിഭിഃ ജാഗർത്യപി സ്വപന്നജ്ഞാ സ്വപ്നേ ജാഗരണം യഥാ അസത്വാദാത്മനോന്യേഷാം ഭാവാനാം തത്കൃതാഭിതാ ഗതയോ ഹേതവച്ഛാസ്യാമൃഷാ സ്വപ്നദൃശോ യഥാ യോ ജാഗരേ ബഹിരനുക്ഷണധർമ്മിണോർത്ഥാൻ ഭുങ്ക്തേ സമസ്തകരണേ ഹൃദി തൽസദൃക്ഷാൻ സ്വപ്നേ സുഷുപ്ത ഉപസംഹരതേ സ ഏക സ്മൃത്യന്വയാ ത്രിഗുണവൃത്തിദൃഗീന്ദ്രിയേശ ഏവം വിമൃശ്യ ഗുണതോ മനസസ്ത്ര്യവസ്ഥാ മന്മായയാ മയി കൃതാ ഇതി നിശ്ചിതാർത്ഥ സംഛിദ്യഹാർദമനുമാനസദുക്തിതീഷ്ണജ്ഞാനാസിനാ ഭജതമാഖില സംശയാധിം ഈക്ഷേദവിഭ്രമവിദം മനസോ വിലാസം ദൃഷ്ടം വിനഷ്ടമതിലോലമലാദചക്രം വിജ്ഞാനമേകമുരുധേവ വിഭാതി മായാ സ്വപ്നസ്ത്രിധാ ഗുണവിസർഗകൃതോ വികൽപ്പഃ ദൃഷ്ടിം തദ പ്രതിനിവർത്യ നിവൃത്തതൃഷ്ണതുഷ്ണീം ഭവേന്നിജസുഖാനുഭവോ നിരീഹഃ സംദൃശ്യതേ ക്വച യദീദമവസ്തു ബുദ്ധ്യാ ത്യക്തം ഭ്രമായ ന ഭവേ സ്മൃതിനാ നിപാതാത് ദേഹം ച നശ്വരമവസ്ഥിതമുത്ഥിതം വാ സിദ്ധോ ന പശ്യതി യതോദ്യഗമസ്വരൂപം ദൈവാദപേതമുത ദൈവവശാദുപേതം വാസോ യഥാ പരികൃതം മധിരാമദാന്തഃ ദേഹോപി ദൈവവശഃ ഖലു കർമ്മ യാവത് സ്വാരംഭകം പ്രതി സമീക്ഷത ഏവ സാസു തം സപ്രപഞ്ചമധിരൂഢസമാധിയോഗ സ്വാപ്നം പുനർന ഭജതേ പ്രതിബുദ്ധവസ്തു മയ്യൈതദുക്തം വോ വിപ്രാ ഗുഹ്യം യസ്സാഖ്യയോഗയോ ജാനീതമാഗതം യജ്ഞം യുഷ്മദ്ധർമ്മവിവക്ഷയാ അഹം യോഗസ്യ സാഖ്യസ്യ സത്യസ്യർത്ഥസ്യ തേജസ പരായണം ദ്വിജശ്രേഷ്ഠ ശ്രിയകീർത്തേർദമസ്യ ച മാം ഭജന്തി ഗുണാ സർവേ നിർഗുണം നിരപേക്ഷകം സുഹൃദം പ്രിയമാത്മാനം സാമ്യാസംഗാദയോ ഗുണാഃ ഇതി മേ ഛിന്നസന്ദേഹാ മുനയഃ സനകാദയഃ സഭാജയിത്വാ വരയാ ഭക്ത്യാ ഗൃണത സംസ്തവൈഃ തൈരഹം പൂജിതഃ സമ്യക് സംസ്തുതഃ പരമശിവി പ്രത്യയായ സ്വകം ധാമ പശ്യതഃ പരമേഷ്ടിനഃ. ഉദ്ധവർ ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ, വിഷയങ്ങൾ ആപത്തുകളാണ്, അത് നാശത്തിലേക്ക് നയിക്കും എന്നറിഞ്ഞിട്ടും ഭൂരിഭാഗം ജനങ്ങളും അവയെ തന്നെ ഭജിക്കുന്നതെന്താണ്? ഭഗവാൻ പറഞ്ഞു, ചിത്തം, അഹങ്കാരം, ബുദ്ധി, മനസ്സ്, അന്ധക്കരണത്തിൻ്റെ 4 വൃത്തികളാണ്.
ഓരോ അനുഭവത്തിൻ്റെയും സംസ്കാരം ചിത്തത്തിൽ ലയിച്ച് കിടക്കുന്നു. മനസ്സ് ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടു കൂടി ഓരോ സുഖം ആസ്വദിക്കുന്നു. ഇവ എത്രത്തോളം അനുഭവിക്കുന്നുവോ അത്രത്തോളം വാസനകൾ ചിത്തത്തിൽ വളർന്നു വരുന്നു. ഇങ്ങനെ ജാഗ്രത്തിലും സ്വപ്നത്തിലും അന്ധഃകരണം ഇന്ദ്രിയ വിഷയങ്ങളുമായി ബന്ധപ്പെടുന്നു. അവ അനുഭവിക്കുന്തോറും വാസന വർദ്ധിക്കുന്നു. വാസന വർദ്ധിക്കുന്തോറും മനസ്സിൻ്റെ വിഷയാന്വേഷണ ത്വരയും വർദ്ധിക്കുന്നു. അന്ധഃകരണവും ഇന്ദ്രിയ വിഷയങ്ങളും തമ്മിലുള്ള ബന്ധം പൊട്ടിപ്പോകാത്ത കാലത്തോളം ഒരുവന് മുക്തിയില്ല. ഇത് പൊട്ടിച്ചു കളയാൻ ഉപായം എന്ത്? സത്വഗുണപ്രധാനികളായ ഭക്തന്മാരുടെ നിരന്തര സംസർഗം വഴി സത്വഗുണം വളർത്തുക. അങ്ങനെ മനസ്സ് എന്നിൽ സമർപ്പിച്ച് യോഗം ശീലിക്കണം. മനസ്സ് എന്നിൽ തന്നെ ഉറപ്പിച്ച് വെക്കുന്നതാണ് യോഗമെന്ന് ഞാൻ മുൻപ് എൻ്റെ ശിഷ്യന്മാരായ സനകാദി മുനികൾക്ക് ഉപദേശിച്ചു. ഉദ്ധവർ ചോദിച്ചു, ഭഗവാനെ ഏതു കാലത്താണ്, ഏത് രൂപത്തിലാണ് ഈ ഉപദേശം നൽകിയതെന്ന് പറഞ്ഞാലും. ഭഗവാൻ പറഞ്ഞു, ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായ സനകാദികൾ യോഗത്തിൻ്റെ സൂക്ഷ്മമായ ഗതി അറിയാൻ പിതാവിൻ്റെ സമീപം ചെന്നു ചോദിച്ചു, മഹാപ്രഭോ, മനസ്സിൽ വിഷയങ്ങളും വിഷയങ്ങളിൽ മനസ്സും എല്ലായ്പ്പോഴും കടന്നു ചെല്ലുന്നു. ഭവസാഗരം കടക്കുവാൻ ഇച്ഛിക്കുന്ന മുമുക്ഷുവിനിവയെ എങ്ങനെ വേർപെടുത്താം? ഭഗവാൻ പറഞ്ഞു, ബ്രഹ്മാവ് ഈ ചോദ്യം കേട്ട് ധ്യാനിച്ചിട്ടും കർമ്മങ്ങൾ ചെയ്യുക മൂലം അദ്ദേഹത്തിന് ഉത്തരം കിട്ടിയില്ല. ബ്രഹ്മാവ് ഭഗവാനെ ധ്യാനിച്ചു. ഭഗവാൻ ഒരു ഹംസരൂപം ധരിച്ച് ബ്രഹ്മാവിൻ്റെ സമീപം എത്തി. സനകാദികൾ എന്നെ കണ്ട് നമസ്കരിച്ച് ഭവാൻ ആരെന്ന് ചോദിച്ചു. അന്നേരം ഞാൻ അവർക്ക് പറഞ്ഞുകൊടുത്ത യോഗം ഉദ്ധവ നീ എന്നിൽ നിന്ന് തന്നെ അറിഞ്ഞുകൊള്ളുക. ഭഗവാൻ സനകാദികളോട് പറഞ്ഞു, ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ, നിങ്ങൾ ചോദിച്ച ചോദ്യം ശരിയല്ല. എല്ലാ ശരീരത്തിലും പഞ്ചഭൂതങ്ങൾ സമമായി ഇരിക്കുമ്പോൾ ഭവാൻ ആരെന്നുള്ള ചോദ്യം അർത്ഥശൂന്യമാണ്. ഞാൻ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണെന്നും പാലും വെള്ളവും ചേർത്ത് വെച്ചാൽ പാല് മാത്രമായി എടുക്കാൻ ഹംസത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഇതുപോലെ വിവേകിയായ ഒരു മനുഷ്യന് സംസാരഹേതുവായ വിഷയാനുഭവത്തെ പരിശ്രമം കൊണ്ട് ഒഴിവാക്കാം. വിഷയങ്ങളിൽ ഒട്ടിനിൽക്കുന്ന മനസ്സിനെ വേർതിരിച്ചെടുക്കാൻ ഭക്തിക്കല്ലെങ്കിൽ എനിക്ക് മാത്രമേ കഴിയൂ. ഇന്ദ്രിയങ്ങളാൽ ഗ്രഹിക്കുന്നത് ഞാൻ തന്നെ, എന്നിൽ നിന്ന് അന്യമായി യാതൊന്നുമില്ല. വിപ്രന്മാരെ, നിങ്ങൾ അത് ധരിക്കുക. ഭവബന്ധമാണ് ജീവനെ ഗുണവൃദ്ധി ഉണ്ടാക്കുന്നത്. എന്നിൽ മനസ്സുറപ്പിച്ച് സംസാരം ഉപേക്ഷിക്കണം. ആത്മാവൊഴിച്ചുള്ളതെല്ലാം മിഥ്യയാണ്. അതിനാൽ വിവേകം മൂലം സകല സംശയങ്ങളും ഉപേക്ഷിച്ച് നിങ്ങൾ എന്നെ ഭജിച്ചിടുക. എന്നാൽ പ്രപഞ്ചം പിന്നെ ഭ്രമിപ്പിക്കില്ല. സാഖ്യയോഗത്തിലും ഭക്തിയോഗത്തിലുമുള്ള ഗുഹ്യമായ കാര്യങ്ങൾ ധർമ്മജിജ്ഞാസുക്കളായ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ വന്ന മഹാവിഷ്ണുവാണ് ഞാൻ. യോഗവും സമ്പത്തും കൊണ്ട് ഏതൊരു പദം പ്രാപിക്കാൻ ഇച്ഛിക്കുന്നോ ആ പദം ഞാൻ തന്നെ. ഏകാഗ്രഭക്തിയോടുകൂടി എന്നെ ഭജിക്കുന്നെങ്കിൽ എന്നിലെത്തുവാൻ എളുപ്പം കഴിയും. ഉദ്ധവ എന്ന് ഭഗവാൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞത് കേട്ട് സനകാദികൾ ഭക്തിയോഗത്താൽ ഭഗവാനെ സത്കരിച്ച് കീർത്തനം ചെയ്തു. അവരാൽ പൂജിതനായ ഭഗവാൻ ബ്രഹ്മാവ് കാണുകെ തന്നെ വൈകുണ്ഠം പ്രാപിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ.